കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അല്ലെങ്കിൽ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് മുന്നമാരുടെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം നമ്മുടെ നാടിനെ അപകടത്തിൽ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൈൻ കിട്ടിയത് അതൊരു വേക്കപ്പ് കോൾ ആയിട്ട് ഓരോരുത്തരും കാണേണ്ട സന്ദർഭമാണ്. അപകടം പതിയിരിക്കുന്നുണ്ട്, അത് കടന്നു വരാനുള്ള അവസരം ഉണ്ടാകുകയാണ്. മറ്റിടങ്ങളിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉദാഹരണമായി കാണാൻ പറ്റിയില്ലെങ്കിൽ നാളുകളിൽ അത് അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഉണ്ടാകില്ല. അങ്ങനെ രക്ഷപ്പെടലിലേക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാടിന് വേണ്ട എന്ന് വിചാരിക്കേണ്ടത്. അതല്ലേ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. മുന്നമാർ നമ്മുടെ നാട്ടിൽ സജീവമായി കഴിയുന്നു. അവർ അധികാരം പിടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന പല തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളും പണത്തിന്റെ ഹുങ്കും, ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൈസൽ പൂക്കുന്ന്, ഹായ്. ബിയാൻ ദാസ്, ഗുഡ്. ഓഡിയോ ഒക്കെ ആണെന്ന് കരുതുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് നിങ്ങൾ ബേസിക്കലി കൂടുതൽ ആലോചിക്കുകയൊന്നും വേണ്ട. ഈ പറയുന്ന സംഘപരിവാറുകാർ ഇപ്പോഴുണ്ടാക്കുന്ന നരേഷൻ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മുതലാളി, ഈ മുതലാളി വിധേയത്വം അതുകൂടെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൊതു ചിന്താഗതിയുണ്ട്. അതായത് മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുചിന്തയാണ്. നമ്മുടെ മനുഷ്യർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പണമുള്ളവൻ, മുതലാളി, ഇവരോട് ഒരു വിധേയത്വം, ഇവരെന്തോ വലിയൊരു സംഭവമാണ്, ഇവരെ കണ്ടാൽ നമ്മൾ വല്ലാതെ ഭവ്യതയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറണമെന്ന് ആരൊക്കെയോ ചേർന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. മുതലാളി വരികയാണ്, അതൊരു മുതലാളിയാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ നാട്ടിൽ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുതലാളിമാർക്ക് കാശുണ്ടെങ്കിൽ അടുത്തത് അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അധികാരത്തിലിരുന്ന് അവരുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, അവരുടെ കാശ് കൂടുതൽ വർദ്ധിപ്പിക്കുക. ഈ നാട്ടിലെ ഭൂരിപക്ഷം മുതലാളിമാർക്കും, കാര്യം ഈ മുതലാളിമാരുടെ കീഴിലായിരിക്കുമല്ലോ പലരും ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മുതലാളിയും തൊഴിലാളിയുമായി മാറുന്നത്. മുതലാളിക്ക് കീഴിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തൊഴിലാളിയായി മാറും. പക്ഷെ തൊഴിലാളിയോട് മാനവും മര്യാദയ്ക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പെരുമാറുന്ന എത്ര മുതലാളിമാരുണ്ട്. അവരുടെ ആനുകൂല്യങ്ങൾ, അവരുടെ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഇല്ലെന്നല്ല ഒരു ന്യൂനപക്ഷമുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പല സവർണ മുതലാളിമാർക്കും ഈ പറയുന്ന പിന്നോക്കക്കാരുടെ ഒരു വലിയ പ്രത്യേകിച്ച് മമതയൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാരോട്. അദ്ദേഹത്തെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാട്ടിൽ BJPക്ക് കൊള്ളാവുന്ന ഒരു മനുഷ്യനും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ പൈസ ഉള്ള ഇത്രയും ഒരു രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിക്ക് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത എന്താണ്? അദ്ദേഹം ഒരു BJP പ്രവർത്തകനായിട്ട് താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയാണോ? അല്ല. അദ്ദേഹത്തിന് കാശുണ്ട്, ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വളഞ്ഞ വഴിയിൽ കൂടി ഒരു പദവിയിലെത്താം. അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കാശും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ പറയുന്ന മുതലാളിയുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പലയിടങ്ങളിലും സ്വാധീനിക്കാനുള്ള ശേഷി ഉണ്ടാകാം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ ബിസിനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ആ കൺവിൻസിംഗ് തന്ത്രം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സാധാരണക്കാരനായിട്ട് ഇവിടുന്ന് വളർന്നു വരുന്ന BJPക്കാർക്ക് ആ ബുദ്ധിയില്ല. ബിസിനസ് ആയിട്ട് ഒരു നടക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റേതായ ബുദ്ധിയുണ്ട്. ആ ബുദ്ധി രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിക്ക് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യക്തികളോടായിരിക്കില്ല, താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന മുതലാളി രക്ഷപ്പെടുത്തിയ എത്ര തൊഴിലാളികൾ ഈ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകും. അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരിൽ എത്ര പേർ ആ മുതലാളിയെ കുറിച്ച് പറയുമ്പോൾ സംതൃപ്തരാണ് എന്ന് അന്വേഷിച്ചാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ മുതലാളിമാരെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഈ മുതലാളി ഭക്തർ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളുടെ വീട്ടിലെ സാഹചര്യം, ഇല്ലായ്മ, കുറവുകൾ, ഇതിനെക്കുറിച്ചൊന്നും എല്ലാത്തരം സൗകര്യങ്ങൾക്ക് നടുവിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു മുതലാളി ഭരിക്കാൻ വന്നാൽ തൊഴിലാളിയുടെ വീട്ടിൽ ഇന്ന കുറവുകൾ ഉണ്ടെന്ന് ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം തറവാടുകളിൽ 3 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച വ്യക്തിക്ക് പാവങ്ങൾ എന്ന വാക്ക് പറയാനറിയാം. പക്ഷെ പാവപ്പെട്ടവന്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷി ഉണ്ടാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് കാര്യമാണ്. അവരുടെ മനസ്സിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ നാടിനെ സംഘപരിവാറിന്റെ മണ്ണാക്കുക എന്നുള്ളതാണ്. സംഘപരിവാറിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്?
പഴയ കാലഘട്ടത്തിലെ രാജഭരണമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. രാജഭരണത്തിന്റെ ഒരു രീതിയിലേക്കാണല്ലോ കാര്യങ്ങളെല്ലാം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രജകളായി മാറുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ നാടിനെ നമ്മൾ അറിയാതെ മുന്നോട്ട് നടത്തുകയാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. മിണ്ടാനും അല്ലെങ്കിൽ എതിർത്തൊന്നും പറയാനും പറ്റാത്തൊരു കാലം, ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ലാത്ത കാലം, കൽപ്പനകൾ വന്നു കഴിഞ്ഞാൽ കല്ലേ പിളർക്കും. ആ കാലഘട്ടത്തിലേക്ക് പോകാൻ അതാണ് ഈ നാട്ടിലെ ഏറ്റവും മികച്ച കാലഘട്ടമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സംഘപരിവാറുകാർ അങ്ങ് ആദിമ യുഗത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് നടത്തിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന പേരിലൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഈ നാട്ടിൽ ഒരു മനുഷ്യന് അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനോ ആചരിക്കാനോ ഭരണഘടന നമുക്ക് എന്ത് തരുന്നുണ്ട്? അവകാശം തരുന്നുണ്ട്. ഈ മതത്തിൽ അവർ അസംതൃപ്തരായതുകൊണ്ടാണല്ലോ ഈ മതത്തിൽ അവഗണന. അത് ഹിന്ദു മതം എന്ന് പറഞ്ഞ് ഒരു 10,000 ജാതി ഉണ്ടാക്കി ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നവർ മുഴുവൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. അവരെല്ലാവരും ഈ ഹിന്ദു എന്ന വാക്കിനപ്പുറത്തേക്ക് എല്ലാം സ്വന്തം ജാതിയോടൊപ്പം, സ്വന്തം മതത്തിനോടൊപ്പം അല്ലെങ്കിൽ പേരിനോടൊപ്പം ജാതി കൂടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നായരായിരിക്കാം, നായസ് പിന്നെ അവരെ പറയേണ്ട കാര്യമില്ല, അവർ അത്ര വലിയ പ്രിവിലേജ്ഡ് ആൾക്കാരല്ലെങ്കിലും മേനോന്മാരും പിള്ളമാരും ബ്രാഹ്മണന്മാരും നമ്പൂതിരിമാരും അങ്ങനെ പല പ്രിവിലേജിലുള്ള ആൾക്കാരാണ് സംഘപരിവാറിന് വേണ്ടി വായ്ത്താരി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുവിന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പിന്നോക്കക്കാരന്റെ വീട്ടിലെ ഒരു പെങ്കൊച്ചിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ? ചിന്തിക്കാൻ പറ്റൂ. അവിടെയാണ് ഹിന്ദു എന്ന് വാചകം അടിച്ചുകൊണ്ട് നടക്കുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആദ്യം അതിനകത്ത് ഈ ജാതികളെല്ലാം പോയതിനു ശേഷം ഒരു സിസ്റ്റം ആവൂ, അതാകത്തില്ല. അതിനകത്തുള്ള പ്രിവിലേജുകൾ മുഴുവൻ അനുഭവിക്കുന്നവർക്ക് ഇന്നലകളിൽ ഈ നാട്ടിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാര്യം എന്താണ്? ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ നാട്ടുരാജാക്കന്മാരായി ഭരിച്ചിരുന്ന ഒരു നാടാണ്. അതുകൊണ്ടാണ് കേരളം മോശം കാര്യം പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ 10 വർഷമായിട്ട് ഈ നാട്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മോശം, ഒന്നും ശരിയാവില്ല. കാര്യം പണ്ട് ഇതെല്ലാം ചെയ്തിരുന്ന ഞങ്ങളുടെ നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരാണ്. അവർ ചെയ്താലേ എല്ലാം മെനയുള്ളൂ. ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം. നിങ്ങൾക്കറിയാലോ അല്ലെ? ആ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് മഹാബലി എന്നൊരു ചക്രവർത്തി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ തന്നെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വ്യക്തിയെ ഭൂമിയുടെ അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. എന്തായിരുന്നു കാര്യം? നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കിയ കഥ അറിയാവുന്നവർക്ക് കൃത്യമായിട്ടൊന്ന് ചിന്തിക്കാമല്ലോ. അദ്ദേഹം മോശമായിട്ടുള്ള ഒരു ഭരണവും ഈ നാട്ടിൽ നടത്തിയായിട്ട് അറിയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ യശസ് ഉയർന്നു എന്നാണ് പറയുന്നത്. ജനങ്ങളെല്ലാം ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആമോദത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയും അവരുടെ ഇല്ലായ്മകൾക്ക് വേണ്ടിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ അവർ ഒരു ബ്രാഹ്മണനെ ഇങ്ങോട്ട് അയക്കുകയാണ്. എന്തിനാണ്? അവന്റെ ഭരണം ഈ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പേരിനൊപ്പം വാലുമായിട്ട് ദേവന്മാർ, അതായത് ജനിച്ചിരിക്കുന്നത് ആ രീതിയിലൊക്കെയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ പുണർന്ന് പെറുന്നതല്ല ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ. സ്ത്രീയും പുരുഷനും തമ്മിൽ പുണർന്ന് പെറുന്നതാണ് അടുത്ത തലമുറ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അടുത്ത മനുഷ്യകുലം എന്നുള്ളതല്ല ഇവരുടെ കാഴ്ചപ്പാട്. ഇവര് മറ്റേ ഒരു വ്യക്തിയുടെ പൊക്കിൾക്കൊടി നിന്നാണ് വരുന്നത്, ചിലർ കാലിൽ നിന്നാണ് വരുന്നത്, ചിലർ തലയിൽ നിന്നാണ് വരുന്നത്. സാധാരണ രീതിയിലല്ല ഇവരുടെയൊക്കെ ജനനം നടക്കുന്നു എന്ന് ഇവർ തന്നെ ഈ സമൂഹത്തിനോട് പറയുകയാണ്. അതായത് ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്ര ഇവരൊക്കെ ഇവർ പറയുന്ന ആൾക്കാരൊക്കെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതല്ല, ചിലരുടെ പൊക്കിൽ കൊടിയെന്നൊക്കെയാണ് വരുന്നതെന്നാണ് ഈ വിവരമില്ലാത്ത കഥകൾ പറയുന്നത്. അപ്പോ അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നാടിനെ ശരിയായ ദിശയിലോട്ട് കൊണ്ടുപോകലല്ല. അതുകൊണ്ടാണല്ലോ മഹാബലി എന്നൊരു വ്യക്തി നാടിന് നല്ലത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കളഞ്ഞു. അതാണ് ഇവർ. ഈ നാട്ടിൽ ഞങ്ങളല്ലാതെ വേറെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല, ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളാണെന്നുള്ള ഒരു ചരിത്ര നിർമ്മിതി വേണം. എന്ത് കൊണ്ടുവന്നു? ഒന്നും വേണ്ട. ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് മര്യാദയ്ക്ക് ഡ്രസ് ഇടാൻ പറ്റില്ല, വഴി നടക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഭൂമിയില്ല, ജോലി ചെയ്ത കാശില്ല. ഇങ്ങനത്തെ അവസ്ഥയിലിട്ടിരുന്നതാണ് ഇവരുടെ ആ വലിയ നമ്മുടെ നാട്ടിലെ സമ്പൽ സമൃദ്ധമായ കാലം എന്നിവർ അവകാശപ്പെടുന്നത്. ഒരു തുണ്ട് ഭൂമി ജീവിക്കാൻ കൊടുക്കാത്ത ഈ വൃത്തികെട്ട മനോഭാവക്കാരാണ് ഇനിയും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോ അവരെല്ലാം ഈ പൗഡർ കുട്ടപ്പന്മാരായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുന്നമാരാണ്, കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്, കൂടെ നിന്ന് ചതിക്കുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഛത്തീസ്ഗഡിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. ആരാണ് അവരെ അറസ്റ്റ് ചെയ്തത്? ഈ നാട്ടിലെ വേറെ ഏതെങ്കിലും സംവിധാനമാണോ? അല്ല, അവിടുത്തെ BJP സർക്കാരാണ് അറസ്റ്റ് ചെയ്തത്.
ആരാണ് അവർക്ക് ഇത് നിഷേധിച്ചത്? ജാമ്യം നിഷേധിച്ച ആരാണ്? ഇവിടുത്തെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലോ അല്ലെങ്കിൽ അവരാരെങ്കിലും അതിന്റെ കേസുമായിട്ട് പോയോ? ഇല്ല. അവരുടെ ഒരു വിഭാഗക്കാർ തന്നെ കേസ് കൊടുക്കുന്നു, അതിന് ജാമ്യം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് അവർ തന്നെ അവിടെ കോടതിയിൽ ചെന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യത്തെ എതിർക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ യാത്ര ചെയ്യണം, 4 പേർ നമ്മൾ യാത്ര ചെയ്യണം, ഉടനടി TTR വിളിക്കുന്ന ബജ്രംഗ് ദളിനെയാണ്. ഒന്ന് ആലോചിച്ച് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ വേണമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ആ 9 ദിവസം, നമ്മൾ ഇവിടെ 9 ദിവസം എന്നാണ് പറയുന്നത്, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയില്ല. 4 പേർ ഒപ്പം വന്നു എന്ന് കരുതിക്കൊണ്ട് അവരെ കൊണ്ടുവന്ന് കൊടും കുറ്റവാളികളോടൊപ്പം ജയിലിലങ്ങ് പാർപ്പിക്കുക. ഉറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റും, മനസ്സമാധാനമായിട്ട് കിടക്കാൻ പറ്റും. എന്താണ് ഒരു നീതി നിഷേധത്തിന്റെ ആ ഗുരുതര അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് ശേഷിയില്ലാത്തവരാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ ഇവർക്ക് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതാണ് പ്രോഗ്രസീവ് ആശയത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. എവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നോ, എവിടെയൊക്കെയാണോ കോൺഗ്രസ് ഭരിക്കുന്നത് ആ ഇടങ്ങളിലെല്ലാം ഇവർ വളർന്നു കഴിഞ്ഞു, അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എവിടെയെല്ലാം കോൺഗ്രസ് ഇതര സർക്കാരുകളുണ്ടോ അവിടേക്കാണ് ഇവർക്ക് എൻട്രി ഇല്ലാത്തത്. അത് നിങ്ങൾക്ക് ബംഗാളിൽ കാണാം, അത് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കാണാം, അത് നിങ്ങൾക്ക് കേരളത്തിൽ കാണാം, അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരുകൾ അധികാരത്തിൽ ഇരിക്കുന്നിടത്തെല്ലാം ഇവർ വളഞ്ഞ വഴിയിലൂടെ എത്തുന്നുണ്ട്. അവരെ ഹൈജാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസുകാർ തന്നെ പർച്ചേസ് ചെയ്ത് ഇവരുടെ പാർട്ടിയായിട്ട് അവർ തന്നെ പിന്നെ അവിടെ അധികാരത്തിലേറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയതാണ്. കേരളം അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ്. അവർ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല. നടക്കാത്ത കാര്യം എന്താണ്? ഇവിടത്തെ പ്രോഗ്രസീവ് ആശയങ്ങളും സംഘപരിവാറിന്റെ എന്താണ് അവർ ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിനെ കുറിച്ച് തിരിച്ചറിയാവുന്നുള്ളത് കൊണ്ടാണ് അവരെ ശക്തമായിട്ട് ഇവിടെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ പല സന്ദർഭങ്ങളിൽ അവരാൽ സൃഷ്ടിക്കപ്പെട്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും നിങ്ങളത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ, സാധാരണഗതിയിൽ നിങ്ങൾ വായിച്ചു പോയാൽ മനസ്സിലാക്കില്ല, നിങ്ങളുടെ മുന്നിലെത്തുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇവരാൽ സ്പോൺസർ ചെയ്ത പല കാര്യങ്ങൾ, അത് ചാനലുകൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വാർത്ത കാണുന്ന ചാനലുകൾ, ഈ ചാനലുകൾക്കെല്ലാം ഇവർ ചെയ്തിരിക്കുന്നത് ഷെയർ മുഴുവൻ എടുത്തതിന് ശേഷം ഇവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ, ഇവർ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ വാർത്തകൾ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ ഈ ജനങ്ങളെ ഈ തെറ്റായ സന്ദേശങ്ങൾ ഫോണുകളിലേക്കൊക്കെ എത്തിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു സംവിധാനം മോശമാണെന്ന് ഇവർ ഒരു കുടില തന്ത്രത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യുന്നില്ല. ഇവർക്ക് അധികാരം കിട്ടിയെടുത്ത് ഇവർക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. നിങ്ങൾ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കൂ, ഇത്തരം പ്രശ്നങ്ങൾ. മണിപ്പൂരിൽ എന്തിനായിരുന്നു അവിടുത്തെ ഈ ജനങ്ങൾ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇപ്പോ ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യർക്കിടയിൽ ഇവർ തന്നെ എന്താണ് മതപരിവർത്തനം ആരോപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന മതപരിവർത്തനത്തിന്റെ കാര്യം തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ എടുത്തോളൂ. ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിലേക്ക് ഒരാൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ചേരട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇപ്പോ ഒരു കുഷ്ഠരോഗിയുടെ അടുത്തും ഒരു സംഖ്യ പോകാറില്ല. ഒരു കുഷ്ഠരോഗിയോ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സില്ലാത്തവരാണ് ഈ മുതലാളി രൂപത്തിലൊക്കെ നടക്കുന്നവർ. അവരെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പബ്ലിസിറ്റി വേണം. അത് സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലുമൊക്കെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഈ ഇലക്ഷന് ശേഷമുള്ള ഒരു സുരേഷ് ഗോപിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ച് പോയി കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് ആ വ്യക്തി. ഈ വിഷയത്തിൽ എന്തേ മിണ്ടാത്തെ? അദ്ദേഹത്തിന് വലിയ മതേതര ബോധമുള്ള വ്യക്തിയാണല്ലോ. നിങ്ങൾക്ക് സ്വർണ്ണ കിരീടവുമായിട്ട് വന്ന വ്യക്തിയാണല്ലോ. കേക്കും കുരുത്തോലയുമായിട്ട് നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയതാണല്ലോ. അതെല്ലാം ഒരു ക്യാമറ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുന്നിൽ സംഘപരിവാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ. അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടേക്ക് അവർ കടന്നു കയറി വന്നാൽ നാളുകളിൽ ഇവിടെയും സംഭവിക്കാൻ പോകുന്ന ഈ ഉറങ്ങിക്കിടക്കുന്ന മുന്നമാരുണ്ടല്ലോ, ആ മുന്ന എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് ഒരു സംഖ്യയെ കണ്ടാൽ തോന്നും കാണാനൊക്കെ നല്ല സംഖ്യ എന്ന് പറഞ്ഞ മീൻസ് ലുക്ക്, അത് നോക്കിയിട്ടാണ് നമ്മൾ നാട്ടിൽ പലതും വിലയിരുത്തുന്നത്. കാഴ്ച നോക്കുമ്പോൾ നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഉള്ളിൽ വിഷം നിറച്ച, എല്ലാവരെയും കുറിച്ചല്ല, ഭൂരിപക്ഷം പേരും അവിടെ ഉള്ളിൽ മറ്റു മതസ്ഥരോട് ജാതിയില്ല, മീൻസ് ഈ അവർണർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് പിന്നോക്ക വിഭാഗക്കാരെ അവർണർ എന്നാണ് വിളിക്കുന്നത്. വർണ്ണം പോലും ഇല്ലാത്ത മനുഷ്യരാക്കിയാണ് കറുത്ത നിറമുള്ളവരെ അവർ കാണുന്നത്. മനുഷ്യരുടെ കുലത്തിൽ ഒരു ഘട്ടത്തിലും പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ജാതിയിൽ കിടന്ന മനുഷ്യരാണ് അവരൊക്കെ. ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തുന്നത് ഇവരെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും എത്താൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോ പുതിയൊരു ഏക സിവിൽ കോഡ് കൂടിയും ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇപ്പോ SC ST ഉൾപ്പെടെയുള്ളവർക്ക്
നമ്മുടെ നാട്ടിൽ ജോലിയിൽ തൊഴിലുൾപ്പെടെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേർഡും പറഞ്ഞുപോയി. നമ്മൾ തൊഴിലിലെ സംവരണം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് സംവരണം കൊടുക്കുന്നത്? ഇത് കൊടുത്തിട്ട് പോലും ആ വിഭാഗത്തിലുള്ള മനുഷ്യർ കടന്നു വരുന്നില്ല. അപ്പോ ഈ മേഖല മുഴുവൻ ഇവരുടെ ഒരു കുത്തകയായിരുന്നു. ഏത് സർക്കാർ മേഖലയോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയോ ഏത് മേഖലയോ നിങ്ങൾ എടുത്തു നോക്കൂ, ആ മേഖലയിൽ ഹിന്ദു എന്ന പേരിൽ അരങ്ങ് വാഴുന്നവർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? അതെന്താ ബാക്കിയുള്ള ഹിന്ദുക്കൾക്കൊന്നും ഇവിടെ ഇടമില്ലാതെ പോകുന്നു? ആ മേഖലകളുടെ പ്രവർത്തനം ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സിനിമകൾ, ആ സിനിമകളിലൂടെ തൊഴിലാളികളെല്ലാം മോശമാണ്, അല്ലെങ്കിൽ മുതലാളിമാരാണ് ഏറ്റവും മിടുക്കന്മാരെന്നും തറവാടുകൾക്കകത്തുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും മികച്ചതും ബാക്കിയുള്ളവരെല്ലാം ഗുണ്ടകളാണ്, തല്ലിപ്പൊളികളാണ് എന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ സിനിമകളായിട്ട് വരുന്നത്. പാട്ടുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിഹാസങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങളാണ്. അങ്ങനെ വിദഗ്ധമായിട്ട് ഒളിച്ചു കടത്തി മനുഷ്യന്റെ ഉള്ളിലേക്ക് ഭക്തിയുടെ മറ പിടിച്ചുകൊണ്ട് ഈ നാടിനെ അവരുടെ കാൽക്കീഴിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അതിനിഗൂഢമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ വിഭാഗക്കാർ ഒരു ഘട്ടത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും നിങ്ങൾ ഉയർത്തെണീറ്റില്ലെങ്കിൽ നിങ്ങൾ കൂടി ഈ നാടിന്റെ യൂദാസന്മാരായി മാറുകയാണ്. കാര്യം മുന്നമാർക്ക് ഈ നാടിനെ ഉറ്റുകൊടുത്തുകൊണ്ട് ഈ നാടിനെ സംഘി തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരുന്നത് അവർ ഒരൊറ്റ ലക്ഷ്യമേ വെച്ചിട്ടുള്ളൂ. അവരുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങളെ വേട്ടയാടാൻ, നിങ്ങളുടെ ചെറിയ ശത്രുവിനെ അവരുടെ വലിയ ശത്രുവായി നിങ്ങളോടൊപ്പം ചേർന്ന് അവരെ നശിപ്പിച്ചതിന് ശേഷം പിന്നെ നിങ്ങളായിരിക്കും രണ്ടാമത്തത്. മൂന്നാമതേ ഇനി ബാക്കിയുള്ളവരെ തേടി വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ അധികാരം കിട്ടിയെടുത്ത് നിങ്ങൾക്ക് നേരെ അവർ നിങ്ങളെ തേടി വരുമ്പോൾ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നാട്ടിൽ ഇപ്പോ ഒരു ഹിന്ദു മതത്തിൽ പറഞ്ഞ എനിക്കിതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ പ്രിവിലേജ് ഉള്ള ഇടങ്ങളിലാണല്ലോ, എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്തുകൊണ്ട് അത് സംസാരിക്കേണ്ടി വരുന്നു? ഈ നാട്ടിലെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന വിഭാഗക്കാർ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ ജീവിക്കാൻ പാടില്ല. അവരും മനുഷ്യരാണ്. ഒരു മനുഷ്യനും ഏതെങ്കിലും ഒരു മതത്തിൽ പിറന്നു പോകുന്നത് അവന്റെ തെറ്റുകൊണ്ടല്ലെന്നെങ്കിലും മനസ്സിലാക്കൂ. അവിടെ ഇപ്പോ എല്ലാ മതത്തിലുമുണ്ട് തീവ്ര നിലപാടുകാർ. മുസ്ലിം മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്. പക്ഷേ അവരെ എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോ ഹിന്ദു തീവ്രവാദത്തിന്റെ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളെന്ന് ആരും പറയാറില്ല. മുസ്ലിം മതവിഭാഗത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷം കാണിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ മതം ഒന്നടങ്കാതാണെന്നല്ല പറയേണ്ടത്. അതിലെ ഒരു വിഭാഗക്കാരെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ അത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ചൂണ്ടിക്കാട്ടിയിട്ട് ക്രിസ്ത്യൻ മതക്കാർ മൊത്തം അങ്ങനെയാണെന്നല്ല പറയേണ്ടത്. അതിലൊരു വിഭാഗക്കാർ അങ്ങനെയാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു മതവും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്തതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ അങ്ങനെ മതങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കേണ്ടതാണ്. മതങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരെ തമ്മിലാനുള്ളതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മതമാണ് ഏറ്റവും മികച്ച മതം എന്ന നിലയ്ക്ക് പരസ്പരം പോരടിക്കാനല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടുത്തുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് മതമാണ്. മതത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന, മതത്തിന്റെ പേരിൽ യുദ്ധങ്ങൾ, തമ്മിലടികളിലൂടെ നിങ്ങളെപ്പോലെ ജനിച്ചു പോയ മനുഷ്യർ ഈ നാട്ടിൽ അവര് പോലും ചിന്തിക്കുന്നതിന് മുന്നോടിയായിട്ട് മരണത്തിന് കീഴടങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ആ അശാന്തിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനായിട്ട് മതങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും സ്വഭാവം കൊണ്ട് പ്രതിരോധമാകേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. മതം നിങ്ങൾക്ക് സമാധാനം തരുന്നത്, അതായത് ഞാൻ മതവിശ്വാസങ്ങൾക്കെതിരല്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഒരു വിശ്വാസിയല്ല, തുറന്ന് ഒരു കാര്യം പറയണം. പക്ഷേ ഒരു മനുഷ്യന് മനസമാധാനം വേണം. കാര്യം അവൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു വന്ന രീതി അനുസരിച്ച് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ ഇന്ന ഒരു ആരാധനാലയത്തിൽ കിട്ടുമെങ്കിൽ ഒരു ആരാധനാലയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ നിങ്ങൾ പോണമെന്ന്. കാര്യം ഒരു മനുഷ്യന്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ ചിലപ്പോൾ വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രാക്ടീസിങ് ചെറുതിലെ മുതൽ നിങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ പോയി കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ആ അന്തരീക്ഷത്തിൽ ഇരുന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീരുമെങ്കിൽ നിങ്ങൾ പോകണം. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കാത്ത മനുഷ്യനാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അവിടെ പോയതിനു ശേഷം എന്ത് പ്രശ്നത്തിലാണോ നിങ്ങൾ പെട്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ സ്വയം പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഏത് മതക്കാരനായിരുന്നാലും ശരി നിങ്ങൾക്ക് അതിൽ
ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ആ ആത്മവിശ്വാസം, സമാധാനം, കോൺഫിഡൻസ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ആ പോക്ക് നിങ്ങളെ സഹായിക്കുമെങ്കിൽ നിങ്ങൾ പോകണം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വിഷയവും പഠിക്കാതെ ഒരു എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന പേന കൊണ്ടുവന്ന് പൂജിക്കുകയോ വെഞ്ചരിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് അത് ഓദിച്ചെന്ന് കരുതിക്കൊണ്ട് ആ പേന കൊണ്ട് ഒരക്ഷരം പോലും നിങ്ങൾക്ക് അറിയാത്തത് എഴുതാൻ കഴിയില്ല തന്നെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടി അവിടെ ഒന്ന് പോയി നിങ്ങൾ ഒന്ന് മൈൻഡിലെ ഒരു പ്ലസന്റ് ആയിട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. ആ മതം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു സംഭവമല്ല. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിഭാഗക്കാർ ഈ നാട്ടിൽ വരുന്നുണ്ട്. അവരുടെ ഗൂഢലക്ഷ്യം മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുക എന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഈ നാട് അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ഇന്ത്യയിലെ ഏറ്റവും സമാധാനപൂർണമായി സന്തോഷപൂർണമായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇനി മറ്റൊരു ആശയത്തിന്റെ ആവശ്യമില്ല തന്നെ. ഈ നാട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് സംവിധാനങ്ങൾ, കോൺഗ്രസും ഇടതുപക്ഷവും രണ്ട് ആശയങ്ങൾ ഉണ്ടായിരുന്നു. ആ ആശയത്തിന്റെ പേരിൽ ഇവിടെ മനുഷ്യർ തമ്മിലടിച്ചിട്ടില്ല. തമ്മിലടിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിനെ വിഷലിപ്തമാക്കിക്കൊണ്ട് മനുഷ്യരെ സ്പ്ലിറ്റപ്പ് ആക്കി നീ പാകിസ്ഥാനിൽ പോ, നീ മറ്റേടത്ത് പോ, അല്ലെങ്കിൽ ഇത് ഹിന്ദുവിന്റെ രാജ്യമാണ്, ഇങ്ങനെ ഒരു സംസാരത്തിനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവസരമുണ്ടാക്കിയത് ഈ പറയുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ ജനങ്ങൾ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. മനുഷ്യരെ പരസ്പരം ഒരു വികാരം ഉണർത്തിക്കൊണ്ട് രണ്ട് വിഭാഗക്കാരാക്കി തമ്മിലടിപ്പിച്ചുകൊണ്ടും ശത്രുക്കളാക്കിയും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ആ രാഷ്ട്രീയം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യർ തമ്മിലടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. മനുഷ്യർ എല്ലാ കാലത്തും സൗഹൃദത്തിലായി കഴിഞ്ഞാൽ ആ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നശിക്കുന്ന അവസ്ഥയുണ്ടാകും. കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരിക്കലും മനുഷ്യർ തമ്മിൽ സൗഹൃദത്തിലേക്ക് വരികയല്ല വേണ്ടത്. മനുഷ്യർ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ അതിൽ ഒരു പക്ഷം പിടിച്ച് അവരുടെ ആൾക്കാരാണെന്നുള്ള ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ നിന്നുകൊണ്ട് നിങ്ങളെ അവർ ചൂഷണം ചെയ്ത് നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ വളരുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ചറിയണം. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരായിട്ട് കാണുക. ഇതിൽ തീവ്ര നിലപാടുള്ളവരെ നമുക്ക് മാറ്റി നിർത്താം. അല്ലാതെ ഒരു മതത്തിൽ പിറന്നുപോയി എന്ന് കരുതിക്കൊണ്ട് ആ മതവിഭാഗക്കാരെ മുഴുവൻ തള്ളിക്കളയണമെന്നുള്ള അഭിപ്രായം അത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതിനെന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ കഴിയണം. നിങ്ങൾ ഒരു മതവിശ്വാസി ആയതുകൊണ്ട് മതം നിങ്ങളുടെ ഉള്ളിൽ വികാരമാകുമ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യവും അല്ലെങ്കിൽ നിങ്ങൾ പ്രകോപിതനാകുന്നത്. മതം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി സാധനമാക്കി മാറ്റുക. സ്വർഗത്തിൽ പോകണമെന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷെ യാഥാർത്ഥ്യം ഇവിടെ നിന്ന് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കഥകളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് സ്വർഗം. ഇവിടെ ജീവിക്കുക, ഇവിടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ മറ്റുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവശേഷിക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നും നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും ആ ഒരു വിയോഗത്തെ ഓർത്ത് വിഷമപ്പെടണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തിരിക്കണമെന്ന്. അത് ചെയ്യാനായിരിക്കണം നിങ്ങൾ സ്വയം പരിശീലിക്കേണ്ടത്. VS അച്യുതാനന്ദൻ എന്നൊരു മനുഷ്യൻ മതത്തിന്റെ പേരിലല്ല ഇപ്പോ കേരളത്തിൽ ഉടനീളം നിങ്ങൾ കണ്ടു. അത് ഉമ്മൻചാണ്ടിയുടെ കാര്യമാണെങ്കിലും ശരി, അവരൊക്കെ ചെയ്തത് മതത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ മനസ്സിലേക്ക് കുടിയേറിയതല്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യരുടെ മനസ്സിലെല്ലാം കുടിയേറിയതും കാണാനൊക്കെ ഇത്രത്തോളം ആഗ്രഹമുണ്ടായതും ആ നഷ്ടം അവരുടെ കൂടി നഷ്ടമായി കണ്ടത്. അപ്പോ അങ്ങനെയുള്ള മനുഷ്യരാകാനായിട്ട് നമ്മൾ സ്വയം പരുവപ്പെടേണ്ട ഒരു കാലമാണ്. മുന്നമാർ എന്ന് പറയുന്നവർ കന്യാസ്ത്രീകളെ ജയിലിലടച്ച് കന്യാസ്ത്രീമാരെ ജാമ്യം കൊടുത്തു എന്ന രീതിയിലൊക്കെ അവർ തന്നെ എല്ലാം ചെയ്യുന്നു, അവർ തന്നെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ഇതൊക്കെ ജാമ്യം വാങ്ങി കൊടുത്തു എന്ന നിലയ്ക്കൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇവർ തന്നെ സൃഷ്ടിക്കുന്നു, ഇവർ തന്നെ എന്നിട്ട് ക്രെഡിറ്റും പറയുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ ആ സ്ത്രീകളെ തടഞ്ഞു വെച്ച് അവരെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ബാക്കിയുള്ളതെല്ലാം പിന്നാലെ ഉണ്ടായത്. അപ്പോ ഞങ്ങൾ ജാമ്യം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരാണ് അവരെ പിടിച്ച് ജയിലിലിട്ടത്? മറ്റാരെങ്കിലുമാണോ? അവരെ ഇത്രയും ദിവസം ജയിലിനകത്ത് പീഡിപ്പിച്ചതാരാണ്? അവർക്ക് ജാമ്യം നിഷേധിച്ചതാരാണ്? അവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞാരാണ്? അവർ ഈ മതം മാറ്റ വിഭാഗക്കാരാണെന്ന് പറയുന്ന ആരാണ്? അവർ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ആരാണ്? ഇതൊക്കെ മറ്റേതെങ്കിലും ആൾക്കാരാണോ പറഞ്ഞത്? അല്ല. ഇന്നലകളിൽ മുസ്ലിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങളെ ഒപ്പം നിർത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വേട്ടയാടാൻ അവരിറങ്ങും. അന്ന് ചിലപ്പോ മറ്റു വിഭാഗക്കാർ ഇല്ലാതാകുമ്പോൾ ഞാൻ അതിലില്ലല്ലോ എന്നൊരു പാസ്റ്ററിന്റെ വരികൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് ഒരു ചതിയാണ്. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? വളരെ
സുമുഖന്മാരായിട്ട് വന്ന് അവരുടെ ഉദ്ദേശം നിങ്ങൾ കാഴ്ചയിലെ ഭംഗി കണ്ടിട്ട് ഇവർ മഹാന്മാരാണെന്ന് കരുതുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അവരുണ്ടാകില്ല. റോഡിലൊന്ന് വീണാൽ പോലും അവിടെ വഴിയിലിരിക്കുന്ന ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ ഈ കൂലിവേലയ്ക്ക് പോകുന്നവരായിരിക്കും ഓടി അടുത്തേക്ക് വന്ന് സഹായിക്കുന്നത്. അത്തരം മനുഷ്യർക്ക് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ടാകുള്ളൂ. അല്ലാതെ ബെൻസി പോണ മുതലാളി ഒരിക്കലും ഇറങ്ങി നിങ്ങളെ സഹായിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഒരു അപകടം നടന്നാൽ പോലും അവിടെ വന്നിട്ട് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഇവർ രണ്ടാം കിട പൗരന്മാരാണെന്ന് പറയുന്നവരായിരിക്കും നിങ്ങളുടെ സഹായത്തിന് എവിടെയും ഓടിയെത്തുക. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ആ വിഭാഗക്കാരെല്ലാം മോശക്കാരാണെന്ന് ചിന്തിക്കാനും അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, മനുഷ്യരെ പല കാരണങ്ങളിൽ വിഭജിച്ച് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. നമുക്ക് ഈ നാട്ടിൽ മതത്തിന്റെ രാഷ്ട്രീയം വേണ്ടെന്ന്, മതം രാഷ്ട്രീയത്തിന്റെ പടിക്ക് പുറത്ത് നിൽക്കണം എന്നുള്ള നിലപാടുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ചരിത്രം തൊട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ചരിത്രത്തോട് നീതി പുലർത്തേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിൽ ഒന്നും ഈ പറയുന്ന പഴയ നാട്ടുരാജാക്കന്മാർ അനുവദിച്ചു തന്നതല്ല, പോരാടി നേടിയതാണ്. താമസിക്കാൻ ഭൂമിയിൽ തുടങ്ങി വേഷം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ എല്ലാ അവകാശങ്ങളും നമ്മൾ നേടിയെടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കുക, UP-യിൽ ഉൾപ്പെടെ ഇവർ പറയുന്ന ഉത്തരേന്ത്യ, നമുക്ക് ഉത്തരേന്ത്യ ഒന്നും ആവണ്ട, നമുക്ക് നമ്മുടെ നാടായാൽ മതി. വേറെ ഒരു നാടിനെയും കണ്ട് നമ്മൾ പഠിക്കേണ്ടതില്ല. അവിടെ ബീഫ് കഴിക്കണമെങ്കിൽ കണ്ടവന്റെ അനുവാദം മേടിക്കണം, വീട്ടിൽ ഒരു ബീഫ് സൂക്ഷിക്കണമെങ്കിൽ ഇവന്റെയൊക്കെ അനുമതി വേണം, അല്ലെങ്കിൽ പോർക്കിറച്ചി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ അനുമതി വേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷമായിട്ട് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തിട്ടൂരം വേണമെന്നുള്ളൊരു നാട് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഉള്ളപ്പോ അതായി മാറണമോ ഈ നാട് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ഇപ്പോ ക്രിസ്ത്യൻ മത വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം കർത്താവ് നിങ്ങൾക്ക് തന്നൊരു വേക്കപ്പ് കോൾ ആയിട്ട് വേണം കാണാൻ. കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നവർ അവർ ഒരു യൂദാസന്മാരാണ്. എങ്ങനെയാണോ ഒപ്പം നിന്നതിന് ശേഷം കുരിശിലേറ്റുന്നത് അതുപോലെ കുരിശിലേറ്റുന്ന മനോഭാവക്കാരാണ്. കൂടെ നിന്ന് കാല് വാരുന്നത് അല്ലെങ്കിൽ തോളിലിരുന്ന് ചെവി കടിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ ഈ വിഷപ്പാമ്പിനെയാണ് നിങ്ങൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവുണ്ടാക്കി അത് മനസ്സിലാക്കി പെരുമാറാനായിട്ടുള്ള വിവേകം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുന്നമാരുടെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് അവർ അടുത്ത് വരും, പക്ഷേ മനസ്സെന്ന് പറഞ്ഞാൽ ആ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും യവനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങളുടെ ഭൂമി വരെ വച്ചനുഭവിക്കുന്നവന്മാരാണ് യവന്മാർ, ഈ നാട്ടിലെ കുരിശ് കൃഷിക്കാരാണെന്നൊക്കെ പ്രചരിപ്പിച്ചവർ ആരാണെന്നും നേരത്തെ നിലയ്ക്കൽ സമരത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ ആരാണ് അതിന്റെ പിന്നിലെന്നൊക്കെ മനസ്സിലാകും. ഇപ്പോ ഈ കാര്യം കാണാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? കിരീടമായി നിങ്ങളടുത്ത് വരുന്നുണ്ട്, കേക്കുമായി വരുന്നുണ്ട്, കുരുത്തോലയും പിടിച്ചൊക്കെ വരുന്നുണ്ട്. അഭിനയമാണ്, വീണു പോകരുത്. ഈ നാടിന് വേണ്ടി, അതായത് നമുക്ക് ഈ നാട്ടിൽ ഇനി ഉത്തരേന്ത്യ കണ്ടൊരു ചുക്കും പഠിക്കാനില്ല. നമ്മുടെ നാട് ഉത്തരേന്ത്യക്കാൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. ഈ നാട്ടിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാം, അവരുടെ മാതൃക നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ മാതൃക മതി. ദ കേരള മോഡൽ എന്താണെന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടങ്ങളിൽ തുടങ്ങി ആരോഗ്യ കേന്ദ്രങ്ങൾ, നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ സൗകര്യമുള്ള ഒരൊറ്റ നാട് ഇന്ത്യയിൽ വേറെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള നാടിനെ ഇല്ലാതാക്കാൻ, ഇവർ ഭരിക്കാതിരുന്ന ഒരു നാട് ഇത്രയും വലിയ പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭരിക്കാൻ കിട്ടിയാൽ അത് എത്രത്തോളം നശിക്കുമെന്ന് നിങ്ങൾക്ക് ഈ ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളും കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ നാടിൽ ഒരു പിന്നോക്കക്കാരൻ ഭരിക്കുന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. പിന്നോക്കക്കാരനൊന്നും അധികാര കസേരയിൽ വരാൻ പാടില്ല. ഇത് പഴയ സവർണ തമ്പുരാൻമാർ ഭരിച്ച നാട്ടിൽ ഞങ്ങളാണ് അതിന്റെ പിൻതലമുറക്കാർ, ഞങ്ങൾ ഹിന്ദു വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് വരുന്നത്. ആ തമ്പ്രാക്കന്മാരെ വീണ്ടും ഈ നാട്ടിലേക്ക് അരിയിട്ട് വാഴിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ മുന്നമാർ നമ്മുടെ നാട്ടിൽ അധികാര കസേരയിൽ വേണ്ട, കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യം ആ ലോഹയിട്ടവർ ഈ സന്ദർഭത്തിൽ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മതത്തെ ഒറ്റിയ യൂദാസന്മാരായിട്ട് മാത്രമേ ഈ കാലം നിങ്ങളെ അടയാളപ്പെടുത്തൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. സൈക്കോളജിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി ജയിൽ മോചിതരായ കന്യാസ്ത്രീകൾക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ മറ്റു നേതാക്കൾ ദർഗിലെ കോൺവെന്റിൽ ഞാൻ കണ്ടു ആ പോസ്റ്റ് ഒക്കെ കണ്ടു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഡിജിറ്റലി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിദഗ്ധരാണ് ഇവർ. കള്ളങ്ങൾ, അതായത് മധുരം പുരട്ടിയ, നമ്മൾ പറയാറില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ തരുന്ന ഭക്ഷണത്തിനകത്ത് നടുക്ക് വിഷം വെച്ച് തരികയാണ്. ഏറ്റവും മധുരമേറിയ
ഒരു ഭക്ഷണത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിനകത്ത് വിഷം പുരട്ടി തന്നാൽ അത് കഴിച്ചാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ ഈ നാട്ടിൽ നിങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി മധുരം പുരട്ടിയ വാക്കുകളുണ്ട്. ഇവർക്ക് ഇവരുടെ ഭാഷയിൽ, സംസാരത്തിൽ, വിനയത്തിൽ ഇവർ പ്രകടിപ്പിക്കുന്ന ഇതെല്ലാം കൃത്രിമമാണ്. ഇവർ ഒരിടത്തും ഇവരുടേതായ യഥാർത്ഥ സ്വഭാവം കാണിക്കാതെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള നമ്പറുകൾ ഇറക്കി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ എന്താക്കുകയാണ്, ചാക്കിലാക്കി ഒരു കാലത്ത് ആ ചാക്കോട് കൂടി തന്നെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ എറിയുന്ന സാഹചര്യം വരും. ഒരു ബാബറി മസ്ജിദ് എന്നൊരു പള്ളി തകർത്ത സന്ദർഭം നിങ്ങൾ ആലോചിക്കുക. നാളുകളിൽ നിങ്ങളുടെ പള്ളികളും തേടി വരും. എത്രയെത്ര പള്ളികൾ തകർത്തു കഴിഞ്ഞു. ആ പള്ളികൾ നാളെ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ നാടുവാഴികളുടേതാണ് ആയിരുന്നു, അത് ഞങ്ങളുടെ മറ്റേ പിള്ളമാരുടെ പഴയ തറവാടാണെന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂരിപക്ഷം ആണ് അവർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മൂവ്മെന്റിന് പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചാൽ നിങ്ങളെ ആര് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക. ഈ പറയുന്ന കാപട്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ്. ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ നാടിനെ, ഇന്നലകളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അന്ന് ജീവിച്ചിരുന്നവർ ചിന്തിച്ച എന്താ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് മനസ്സിലൊക്കെ വല്ലപ്പോഴും ചിന്തിക്കണം. ആ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെ ഇന്ന് ചിന്തിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കേണ്ട കാര്യം. അന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നും നമ്മൾ അടിമകളാണ്. അന്ന് അവർ ചിന്തിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ അനുഭവിച്ച ഈ ദുഃഖം ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചാണ് ആ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുന്നിലൊക്കെ ജീവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ രക്തത്തിന്റെ പുറത്ത് ചവിട്ടി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഇമാതിരി നാടിനെ പണയം വയ്ക്കുന്ന, നാടിനെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഈ നാട്ടിലെ തന്നെ വിഷജന്തുക്കൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഇന്നലകളിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന മനുഷ്യരോട് കാട്ടുന്ന നീതികേട് കൂടിയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്ന് മാത്രമാണ് ഓരോരുത്തരോടും പറയാനുള്ളത്. കാര്യം ഈ ലോഹയിട്ടവരുടെയൊക്കെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ അധികാരത്തിന് മുന്നിൽ മുട്ടിലിഴയുന്നവർ ആകരുത്. എന്താണ് ചരിത്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അപ്പമിട്ട് തരുന്ന അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഇട്ട് തരുന്ന അപ്പക്കഷ്ണം കണ്ടിട്ട് ഇവരെല്ലാം വാരിക്കോരി തരുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സുരേഷ് ഗോപിയെ നോക്കിയാൽ മാത്രം മതി. ഇപ്പോ എത്ര മനുഷ്യരെ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ഓടുന്നുണ്ട്. സഹായവുമായി ചെല്ലുമ്പോൾ BJP ജില്ലാ പ്രസിഡന്റിനെ പോയി കാണൂ, അവരെ കാണൂ. അദ്ദേഹത്തിന് ഇപ്പോ ക്യാമറകൾക്ക് മുന്നിൽ ആ നാടകത്തിന്റെ ആവശ്യമില്ല. ഇന്നലകളിൽ ഒരു കാര്യം കാണാൻ വേണ്ടി അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നുകളിൽ അതിന്റെ ആവശ്യമില്ല, എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ കാര്യം കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു തരം വിഷ മനസ്സുള്ളവരാണ് അവരെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ നാടിനെ വരും തലമുറയ്ക്ക് ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ വളരെ സൗഹാർദ്ദപൂർവ്വവും സ്വാതന്ത്ര്യത്തോടുകൂടിയും എവിടെയും അഭിപ്രായം പറയാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുന്നത്, ആ രീതിയിൽ തന്നെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് കഴിയും. അത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം എന്ന് മാത്രമാണ് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്. ജയകുമാർ, എടാ തെണ്ടി, ഗുഡ് ഫോർ നത്തിങ്. ജയകുമാർ ഒരു ജയകുമാറിന്റെ വന്നിട്ടുണ്ട്. ഇപ്പോ അയാൾ മുഖമില്ല. ഒന്നാമത്തെ കാര്യം തന്നെ യുവമാര് ഫേക്ക് ആണെന്ന് പറയുന്ന സംഖ്യയായിരിക്കും. ഫേക്ക് ആണെന്ന് പറയാൻ തന്നെ നിങ്ങളൊന്ന് ആ ജയകുമാറിനെ നോക്കിയേ. യുവമാരുടെ പ്രധാനപ്പെട്ട രീതിയാണ് ആരെയും എന്തും പറയും. പക്ഷെ എന്താണ്, ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങൾ എന്റെ ഫേസ് കാണുന്നുണ്ട്. കാര്യം ഒളിച്ചിരുന്ന് ഒരു കാര്യവും പറയുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് എനിക്ക് പറയാനുള്ള അഭിപ്രായത്തെ ധൈര്യസമേതം നിങ്ങളുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ നോക്കൂ, ഈ മുഖമടച്ചു വെച്ചിട്ട് ഈ ജയകുമാറിനെ പോലുള്ളവർ നിങ്ങളോട് വന്നിട്ട് പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ മധുരം പുരട്ടുന്ന വാക്കുകൾ ഇവൻ പറയാറുണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് തരക്കാരാണെന്നും ഒളിച്ചിരുന്ന് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു തരം എന്താണ്, നേരിട്ട് വരാനുള്ള ധൈര്യമില്ല, അതിനുള്ള അവൻ ഉറപ്പില്ല. അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇതാണ് പ്രൊഫൈൽ ലോക്ക് ചെയ്താതെ ഇവനൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ, അപ്പൊ ഇവനെയൊക്കെ അറിയാൻ പറ്റും. അന്ന് ഇവന്റെയൊക്കെ ഊപ്പാട് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ജയകുമാറെ ഇമാതിരി ഊള ഡയലോഗ് നീ ഇവിടെ വന്ന് അടിച്ചിട്ട് പേടിച്ചു പോകുന്നത് നീ കരുതരുത്. നിന്നൊക്കെ തെറ്റിപ്പോയെന്ന് ഒരു കാര്യം, ഞാനൊരു ലൈവിലിരുന്ന് വർത്തമാനം പറയുന്നിടത്താണ് നിന്റെ മറ്റേ ചൊറി വർത്താനമായിട്ടൊക്കെ പറയുന്ന വീട്ടുകാരടുത്ത്, സ്വന്തം മക്കളടുത്തോ അല്ലെങ്കിൽ ഭാര്യമാരടുത്തോ അച്ഛന്റെ അടുത്തൊക്കെ നീ ഉപയോഗിക്കുന്ന ഭാഷ നാട്ടുകാരടുത്ത് മുഴുവൻ കയറി ഉപയോഗിക്കാമെന്ന് കരുതരുത്. അത് കേട്ട് കഴിഞ്ഞാൽ മറുപടി പറയാൻ ശേഷിയില്ലാത്തവരാണെന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. പറയാനുള്ള കാര്യം എവിടെയും പറയാൻ അറിയാം. പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ വന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഭയന്നു പോകും, അല്ലെങ്കിൽ അങ്ങനെ നിശബ്ദമാക്കാമെന്നൊക്കെ നീ കരുതുകയാണെങ്കിൽ, നിനക്ക് അത്ര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രൊഫൈൽ നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി.
നിന്റെ ഫോട്ടോ ഒന്ന് വെച്ച് നോക്കിയേ, നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിന്റെ പ്രൊഫൈലിൽ വന്ന് നോക്കാം. നിനക്ക് എന്റെ പ്രൊഫൈലിൽ കയറി നോക്കൂ, എന്റെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വന്ന് എന്റെ ഐഡിയിൽ വന്ന് നോക്കിയാലും മുഖമില്ലാത്ത വ്യക്തിയല്ല, മുഖമുള്ള വ്യക്തിയാണ്. പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെയാണ് പറയുന്നത്. അത് എന്റെ നിലപാടെന്നുള്ള നിലയ്ക്ക് പറയുന്നതിൽ എനിക്ക് ഒരു ഭയവും ഇല്ല. ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മാന്യമായ ഭാഷയിൽ, ആരെയും മോശമാക്കാത്ത രീതിയിൽ, മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ, അല്ലാതെ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പച്ചക്കള്ളവും ഞാൻ പറയാറില്ല. എന്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അത് നിനക്ക് കേൾക്കുമ്പോൾ നിനക്ക് ചൊറിച്ചിലുണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ് നിന്റെ പ്രശ്നം? നീ ഒരു വിഷജന്തുവാണെന്ന് നീ ഈ സമൂഹത്തിന് മുന്നേ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പേര് ജയകുമാർ എന്നൊക്കെ അടിച്ചു വെച്ചുകൊണ്ട് വരും. നല്ല പറഞ്ഞില്ലേ, മധുരം പുരട്ടിയ പേരുകളുമായിട്ടൊക്കെയാണ് യവന്മാരൊക്കെ വരുന്നത്. ഇതുപോലുള്ള മുന്നമാരെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യവനെപ്പോലുള്ള കപടന്മാരാണ് ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് വിഷജന്തുക്കളുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഈ ജയകുമാറിന്റെ ഐഡി കയറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. അവൻ മുഖമില്ലാത്തവനാണ്, പക്ഷെ അവൻ ഡയലോഗ് അടിക്കാൻ വരും. അപ്പോൾ എന്താണ്? ഒളിച്ചിരുന്ന് പെരിച്ചാഴി സ്വഭാവം കാണിക്കുന്നവരാണ് ഇവനൊക്കെ. അതാണ് ഈ നാട്ടിലെ വിഷസംഖിമാരെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രമേ ജയകുമാറിന് ഇപ്പോൾ മറുപടി പറയുന്നുള്ളൂ. ബാക്കിയൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും കുറെ പേരുകൾ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സുബൈർ വന്നിട്ടുണ്ട്, ഒരു കൂതറ വന്നു. അതായത് സുബൈർ, മിസ്റ്റർ സുബൈർ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുബൈറിന്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് വല്ല പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ഐഡിയുടെ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺഫോളോ ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. അൺഫോളോ ചെയ്ത് പോണം. എനിക്കിവിടെ സുബൈറിനെ ഉദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. സുബൈർ, ഞാൻ പറയുന്ന ശരിയായിട്ട് ചിന്തിക്കാൻ താല്പര്യമുള്ള മനുഷ്യരോടാണ് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യപക്ഷത്ത് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോടും അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാര്യം, തെറ്റിദ്ധാരണകളിൽ മനുഷ്യർ വീണു പോകാം. പക്ഷെ ആ തെറ്റിദ്ധാരണകൾ അതല്ല, അതിനകത്ത് അവർ എന്താണ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കി തരണമെന്നുള്ള ആഗ്രഹമാണ്. എന്റെ പ്രിവിലേജുകളെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. നാളുകളിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ തലമുറകൾ, എന്റെ മക്കൾ ഇന്ന് ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യങ്ങളും ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുമെങ്കിൽ അതാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നുണ്ടായിരുന്നതിനെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലിനി എത്ര ശത്രുക്കൾ ഉണ്ടായാലോ, അതിനെ സംബന്ധിച്ച് ഇനി എത്ര മോശമായിട്ട് പ്രതികരിച്ചാലും, പലപ്പോഴും ഞാൻ ഇപ്പൊ ഈ ഇരിക്കുമ്പോഴാണ് ഇതിലെ ലൈവിലെ ചില മറുപടികൾ പറയുന്നത്. അല്ലാതെ കമന്റുകളായിട്ട് ഇതായിട്ടൊക്കെ ഇവർ നമ്മളെ പ്രകോപിപ്പിക്കാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. ഇവർ കരുതുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നു. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഈ മറ്റേ നമ്മൾ പറയാറില്ലേ, ചില നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ അതിൽ സ്വയം പൊങ്ങച്ചമായിട്ട് പറയുന്നതല്ല, അങ്ങനെ ഒന്നും ഭയന്നു പോകുന്നവരല്ല. പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലെ വന്നിരുന്ന നേർക്ക് നേർ പറയാനുള്ള ശേഷിയില്ലാത്തവന്മാർ ഈ തെറി വിളിക്കാനായിട്ട് ആരുടെയെങ്കിലൊക്കെ നിർദ്ദേശപ്രകാരമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വിളിച്ചൊന്ന് കരുതിക്കൊണ്ട് നിശബ്ദമാകാൻ പോകുന്നില്ല. അത് നേരെ നേരെ വന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതില്ലാത്തവന്മാർ ഇതൊക്കെ കാണിക്കുന്നതിനെ ഇഗ്നോർ ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും ഈ ലൈവിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് മറുപടി പറഞ്ഞു പോകുന്നതാണ്. അപ്പോ ഇതൊക്കെയാണ് പ്രതികരണങ്ങൾ. ബാബുരാജൻ, താങ്ക് യു, വെൽക്കം. സിദ്ദിഖ് ചെന്നൈ, ഹായ്. അങ്ങനെ കുറെ പേര് പ്രതികരണങ്ങൾ അയച്ചിട്ടുണ്ട്. പലരും ഈ നമ്മുടെ നാട്ടിലെ സമാധാന പ്രിയരായിട്ടുള്ള മനുഷ്യരാണെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ആകണം നമ്മൾ മതത്തിന്റെ പേരിൽ അതിവൈകാരികത്തോടുകൂടി അല്ല മനുഷ്യരെ സമീപിക്കേണ്ടത്. എല്ലാ മനുഷ്യരും വീട് കിടക്കുമ്പോ ചോര തരുന്നവൻ, അല്ലെങ്കിൽ കിഡ്നി പോകുമ്പോ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് മറ്റൊരാൾക്ക് കിഡ്നി ഊരി കൊടുക്കുന്നവൻ, ഹൃദയം കൊടുക്കുന്നവൻ, കണ്ണിന്റെ നേത്രപടലങ്ങൾ കൊടുക്കുന്നവൻ, ഈ മനുഷ്യരൊക്കെ എത്രയോ മതമില്ലാത്ത മനുഷ്യരെ ഈ സമൂഹത്തിൽ ജീവിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് മതം വലിയ പ്രശ്നമായിരിക്കുമ്പോൾ സ്വന്തം ജീവൻ, അത് നിങ്ങളോട് പലപ്പോഴും പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ ദൈവമില്ലാത്ത മനുഷ്യരെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ RCCയുടെ ഇടനാഴികളിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കണം. അതായത് ഒരു ദൈവവും സഹായിക്കാതെ വേദന തിന്ന് നിലവിളിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ എവിടെയാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും. അങ്ങനെ കണ്ട അനുഭവങ്ങളുണ്ട്. 2 വയസ്സായ കുട്ടിക്ക് ഈ ക്യാൻസറിന്റെ ഇത് വന്നതിന് ശേഷം ഈ പറയുന്ന ലൈറ്റ് അടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ കുട്ടിക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ അസുഖം വരുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ദൈവം അവരെയൊക്കെ ശിക്ഷിക്കണമെന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട്
ഈ മതം ദൈവം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം വിഭജിക്കാനും തമ്മിലടിക്കാനും നിൽക്കുന്നവർ ഒന്ന് മനുഷ്യരാകണമെന്നുണ്ടെങ്കിൽ, ഇന്നലകളിൽ ഇതിന്റെ പോരാളികളായിരുന്ന മനുഷ്യരൊക്കെ ചിലർ ദൈവങ്ങൾ പോലും സഹായിക്കാനില്ലാതെ കട്ടിലുകളിലൊക്കെ വീണു പോവുകയും വേദനയുടെ നടുവിൽ പോകുമ്പോൾ ആരുപോലും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരും. നാളുകളിൽ നമുക്കും ഇത് വരാതിരിക്കട്ടെ, ആർക്ക് വേണോ വരാം. അപ്പൊ അതുകൊണ്ട് മതമല്ല വൈകാരികമാകേണ്ടത്, മനുഷ്യൻ തന്നെയാണ്. ആരാണ് നമ്മുടെ ഏത് സന്ദർഭത്തിൽ കൈപിടിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വെറുപ്പ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അതിനോട് തിരിച്ച് ആരെയും വെറുക്കണ്ട. നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ സകലതിനോടും വെറുപ്പ് എന്നൊരു ചിന്താഗതി പഠിപ്പിക്കുന്ന സംവിധാനത്തെ മാറ്റി നിർത്തിയേ മതിയാകുള്ളൂ. അത് മനുഷ്യന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഇതാണ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം. കുറെ പ്രതികരണങ്ങളൊക്കെ വന്നു. പ്രദീപ് AP, ഓക്കെ. നജീബ് പാലത്ത്, ഹായ്. അപ്പോ CM തോമസ്, ചാവാലിപ്പട്ടികൾ ഓലിയിടും, ഇത് കേൾക്കുമ്പോൾ അതിന് പുറകെ പോകരുത്, പറയാനുള്ളത് പറയുക, കാതുള്ളവർ കേൾക്കട്ടെ. അഭിനന്ദനങ്ങൾ. താങ്ക്സ് CM തോമസ് സാർ. എന്തായിരുന്നാലും ചിലരെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം എന്ന് പറഞ്ഞത്. കാര്യം നമ്മൾ ഒരു ദുരുദ്ദേശത്തോടു കൂടി നിങ്ങളെ വഴിതെറ്റിക്കാൻ ഒരു കാര്യവും പറയുന്നില്ല. അതായത് എന്റെ ഏതെങ്കിലും പക്ഷത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാനോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അത് ഈ ഭൂമിയിൽ തുടർന്നു പോകേണ്ട കാര്യത്തിനെ കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ തെറ്റിദ്ധാരണകൾ തീവ്രമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ഈ വേദമന്ത്രമോദി നിങ്ങളെ തെറ്റിദ്ധാരണയുടെ വഴിയിലൂടെ നടത്തുന്നതിന് നിന്ന് നിങ്ങൾക്കൊരു സെക്കൻഡെങ്കിലും ഒന്ന് ചിന്തിച്ചൊന്ന് മാറാൻ പറ്റുമെങ്കിൽ, ഒരാൾ സിംഗിൾ ആയിട്ടുള്ള ഒരാൾ മാറാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ സകലമാന മനുഷ്യരെയും മാറ്റാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലല്ല. പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമാണ് നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത്. നാടിനെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത് ഇല്ലാതാക്കാൻ ആരെക്കൊണ്ട്, അത് ഏത് ജീവനായിക്കോട്ടെ, വളരെ സിമ്പിളി കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ നമ്മുടെ മതത്തിന്റെ പേരിൽ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതാണോ നിങ്ങളുടെ മതം കൊണ്ടുള്ള നീതിബോധമെങ്കിൽ അത് തെറ്റ് മാത്രമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ എങ്ങനെ അവകാശമുണ്ടോ അതുപോലെ മറ്റൊരാളുമുണ്ട്. അതിന്റെ തീവ്ര നിലപാടുകാരാണെങ്കിൽ നമ്മൾ അത് എതിർക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങളെ ഒരിക്കലും നമ്മൾ ഓൺ ചെയ്യാൻ പോലും പോകുന്നില്ല. അതിനെതിരെ എല്ലാം ശക്തമായി തന്നെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് അപ്പോ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്വമേധയാ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ നാടിനെ ഒറ്റുകൊടുക്കാതിരിക്കുക. ഈ നമുക്കിവിടെ ഒരു സ്പ്ലിറ്റപ്പ് ചെയ്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയല്ല. ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ഇപ്പോ ഒരു പ്രളയം വന്ന സന്ദർഭത്തിൽ വയനാട് നമ്മൾ കണ്ടതാണ്. എത്ര ചേർത്ത് പിടിക്കാനുള്ള മാനസികാവസ്ഥയുണ്ടല്ലോ. അർജുനു വേണ്ടി നമ്മൾ ശബ്ദമുയർത്തി. ഇപ്പോ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടി മലയാളിയുടെ വികാരമെടുത്തു. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു വികാരത്തിൽ ജീവിക്കേണ്ട മനുഷ്യരാണ് നമ്മൾ. ആ ഒരു വികാരം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. പരസ്പരം സഹായിക്കുന്ന, സ്നേഹിക്കുന്ന മനുഷ്യർക്കപ്പുറത്തേക്ക് ഒരു ചുക്കും ഈ നാട്ടിൽ നമുക്ക് സമാധാനം തരാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ മതം കേൾക്കുമ്പോൾ, വ്യക്തിയെ കാണുമ്പോഴൊക്കെ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മത തീവ്രത ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് മാറ്റുക. നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളെ പരസ്യമായി തന്നെ പറയുക. മതങ്ങളെല്ലാം ശരിയാണെന്നോ വ്യക്തികളെല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ തെറ്റിന് ഇല്ലായ്മയല്ല മറുപടി, ഇല്ലാതാക്കി കളയലല്ല മറുപടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇതാണ് കുറച്ച് നീണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ എല്ലാവർക്കും അതിൽ ഷംജിത്ത് P അയച്ചിട്ടുണ്ട്. നാരായണൻ ഗുഡ്, താങ്ക്സ്, ഓക്കെ, വെൽക്കം സർ. അപ്പോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം നീണ്ടുപോയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. എല്ലാവരും ടേക്ക് കെയർ. മനുഷ്യർ ഇന്ന് കാണുന്നവർ നാളെ കാണാത്ത ലോകത്തില് ആർക്കും ഒന്നും സംഭവിക്കല്ലേ. എല്ലാവർക്കും നാളത്തെ സുപ്രഭാതം വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബൈ.